പാപ്പു ഉറങ്ങണോ പാപ്പു ഉറങ്ങണോ എന്ന് പറയുന്നത്. സമയം 10:15 ശരി ശരി ശരി. എപ്പോൾ വരും? ശനിയാഴ്ച? എന്നെന്താഴ്ച? ചൊവ്വാഴ്ച. യോശി സ്കൂളിൽ പോയി. പിന്നെ ഇനി പാപ്പി ഉറങ്ങി എണിച്ചിട്ട് വേണം ഞാൻ അടുത്ത ഓരോരോ പണികളൊക്കെ ചെയ്യാം. ഓട്ടോ പിടിക്കണില്ലേ? നടന്നു പോകാനാ? ഓട്ടോ ഒന്നും പിടിക്കണില്ല, നടന്നു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിനെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് പോകണോ പറയുമ്പോൾ നമുക്കും ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ വരും. എന്താടാ അപ്പം അത് ഒറ്റയായ പോലെ ഒരു തോന്നൽ വരും. എന്ന് വെച്ചാൽ രോഷി സ്കൂളിൽ പോയല്ലോ, ഞാനും പാപ്പി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ കാര്യമില്ല, 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും. പോകാൻ മനസ്സോടുകൂടി പോവുകയാണ്. പനിയില്ല, ക്ഷീണം ഉണ്ടാവും. എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും ക്ഷീണം. പോവാണല്ലേ? ഇരിക്കണില്ല അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടോ. അങ്ങനെ മനസ്സോടുകൂടി അച്ഛൻ യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. എന്തായാലും 2 ദിവസമെങ്കിലും പണി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പോയാൽ അതേപോലെ തിരിച്ചു വന്നു. ഇന്നലെ രാത്രി 10 മണിയാകുമ്പോൾ തന്നെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരു സമാധാനവും, ഇവളുടെ ക്ഷീണമാണെങ്കിൽ മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളിതാ രാവിലെ എണീറ്റ്, 2 ദിവസത്തെ വീഡിയോ ആണത്. രാവിലെ എണീറ്റ് കഴിക്കുമ്പോൾ തന്നെ ഈ കൈയൊക്കെ ചെറുതായി വിറയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കണം. ഒന്നും തന്നെ കഴിക്കണില്ല, വെള്ളം കുടിക്കൽ മാത്രം, അതും സ്പൂണിൽ കോരി കൊടുത്ത വെള്ളം കുടിക്കൽ മാത്രമുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ തന്നെ ഇരിക്കുക. പാപ്പി പഴയതിലും ഉഷാറായിട്ട് വേഗം തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ സത്യം. അപ്പോൾ നമ്മുടെ പാപ്പിയെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല അച്ഛനൊക്കെ പോയി തിരിച്ചെന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ എത്തിയിട്ട് ഇവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. പാപ്പി എണിച്ചാ? പാപ്പി എണിച്ചു. പാപ്പി എന്ത് കേട്ടിന്? കഞ്ഞി കുടിച്ചാ? ഇല്ല, കഞ്ഞി കുടിച്ചില്ല. ക്ഷീണമുണ്ടോ? ക്ഷീണമില്ല. ശരി, പിന്നെയും വിളിച്ച് ഇങ്ങനെ ആയപ്പോൾ ലാസ്റ്റ് അവിടെ പോയി ഇവളുടെ 1-2 പേപ്പറുകൾ ശരിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. അറിയാലോ, പഞ്ചായത്ത് സ്കോളർഷിപ്പിൻ്റെ പേപ്പേഴ്സുകളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ അവിടെ 4 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറി 9 മണിയാകുമ്പോൾ ഇവിടെ എത്തി. ഇപ്പം അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഞാൻ എന്ത് സമാധാനത്തിലിരിക്കും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. എന്നാലും ഒരേ ഒരു നൂലപ്പം മാത്രം കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഉറങ്ങി എണിച്ചപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം കലക്കി എങ്ങനെയൊക്കെയോ കോരി കൊടുത്തു. അതിൻ്റെ ഒരു ബലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 2 പൂള ചിപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അധികം എണ്ണയൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അവളൊന്നും കഴിക്കണില്ല, ആ വെള്ളം മാത്രമേ കുടിക്കണുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇത്തിരി ആണെങ്കിലും കഴിക്കുമ്പോൾ അത് നമുക്കൊരു സമാധാനമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തപ്പോൾ അതിൻ്റെ ചെറിയ എരിവും ഉപ്പൊക്കെ കൊണ്ടാണ് തോന്നുന്നു കൈ വിറയ്ക്കണു. ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്, ഒരുപാട് ക്ഷീണമായിട്ടുണ്ട്. അല്ലെ, ഒന്ന് നല്ലപോലെ ആക്റ്റീവായി നല്ല ഇത്തിരി തടിയൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നതായിരുന്നു. ഒരു പനി വന്നതിൽ ഇത്രയും ക്ഷീണിച്ചു ആൾ. കഴിച്ചേട്ടാ?
അപ്പോൾ പുട്ടാണ് അപ്പോൾ ഉണ്ടാക്കണത്. ആവിയിൽ വേവിച്ചത് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. പിന്നെ കുറേ പേര് പറഞ്ഞു എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കൊടുക്കുക പറഞ്ഞു. എന്ത് കൊടുത്താലും അവൾ കഴിക്കണില്ല. പുളിക്കറി വെച്ചാലും ശരി, എന്ത് കറി വെച്ചാലും അവൾക്ക് വായിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും കഴിക്കണില്ല. അതുകൊണ്ടാണ് വെറുതെ കഞ്ഞി മാത്രമാണെങ്കിൽ 2 സ്പൂണാണെങ്കിലും വയറ്റിൽ പോയി അത്രയും നല്ലതല്ലേ എന്നുള്ളൊരു രീതിക്കാണ് നമ്മളത് സ്പൂൺ കൊണ്ട് കുത്തിയിട്ടാണെങ്കിലും വായിക്ക് ഇട്ട് കൊടുക്കണത്, വായിലേക്ക് വെച്ച് കൊടുക്കണത്. അപ്പോൾ എന്തോ പൂള ചിപ്സ് ഒരു 2-3 എണ്ണമൊക്കെ കഴിക്കണ്ട്, അത്രയും സമാധാനം. പതുക്കെയാണെങ്കിലും കഴിച്ചാൽ മതി. എന്തെങ്കിലും ഒരു 2 എണ്ണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു സമാധാനമുള്ള, ഇത്തിരി പോലും വിശപ്പ് സഹിക്കാത്ത കുട്ടിയാണ്. ഒരാഴ്ചയായി ഒരു നേരത്തെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പുട്ടുണ്ടാക്കി രാവിലെ കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പാത്രവും തൂക്കിയിട്ടുള്ള പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ പറയുക, അതിഗംഭീരമായ ക്ഷീണമെന്ന് പറഞ്ഞാലും പോരാ, അത്രയും നല്ലൊരു ഇങ്ങനെ ഒരു പനി വന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പനി വരിക പറഞ്ഞാൽ പനി വന്നു, അത് അതിൻ്റെ പാട്ടിൽ പോയി. പിന്നെ ക്ഷീണം പറഞ്ഞാലും പോരാ, ഇത്രയും ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണത് ആദ്യമായിട്ടാണ്. ഇതുവരെയും അങ്ങനെ പനി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ അവൾ തന്നെ എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ അവൾ കഴിക്കും. അവൾ ആക്റ്റീവായിട്ട് വരുന്നതും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ക്ഷീണവും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാണെങ്കിൽ 2-3 വായി പുട്ടൊക്കെ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇനി ആരും ചോദിക്കല്ലേ എന്തിനാ തുരുവി കൊടുക്കണമെന്ന് ദയവ് ചെയ്ത് ചോദിക്കല്ലേ. ഈ ഒരു കാരണം കൊണ്ടാണ്. പപ്പടം പൊടിച്ചു കൊടുത്തു, അത് കഴിക്കണില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ ഇതാണ്ട നമ്മൾ കൊടുക്കുമ്പോൾ അവൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിക്ക് അവൾ പ്രതികരിക്കണമുണ്ട്. എനിക്ക് എന്തിനാ തന്നെന്ന് പറഞ്ഞിട്ട് തല്ലിയും ഒക്കെ ചെയ്യണമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവർക്ക് വയ്യാതായി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എനിക്ക് അല്ലെങ്കിൽ ഇന്നത് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിഷമം കമ്മിയാവും. ഇതൊന്നും പറയാതിരിക്കണ ഒരു അവസ്ഥ കൂടി ആകുമ്പോൾ നമുക്ക് അവർക്ക് എന്താ കൊടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് എത്ര തന്നെ നോക്കണ അമ്മമാരാണെങ്കിലും അറിയില്ല. വിഷമവും കരച്ചിലും മാത്രമേ വരുള്ളൂ. ഇവർ കഴിക്കാതെ നമ്മളെങ്ങനെയാണ് കഴിക്കുക എന്നുള്ളൊരു ഇത് കൂടിയായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് പോയ അച്ഛൻ അതേപോലെ തന്നെ തിരിച്ചു വരാൻ കാരണവും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇവൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും, പറഞ്ഞാൽ താങ്ങണതിനും അപ്പുറമായിരിക്കും. നമ്മളുടെ കൂടെ എന്നും അവൾ നല്ല ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കണം. ഒരു 4-5 ദിവസമൊക്കെ ആയി വീട്ടിലൊരു ചിരിയോ അല്ലെങ്കിൽ ഒരു ബഹളമൊക്കെ കേട്ടിട്ട് 4-5 ദിവസമൊക്കെ ആയി. അതായത് ഇവൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ വീട് എപ്പോഴും ഉണർന്ന് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഏത് സമയമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പിടിച്ച് താഴെ വലിച്ചിട്ടിട്ടും സംസാരിച്ചിട്ടും വെള്ളം കൊടുത്താൽ പകുതി കുടിച്ച് പകുതി കളഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചെയ്യണത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ കൊടുത്തത് തൃപ്തിയാവാതെ അത് അച്ഛൻ വന്നിരുന്ന് ചോറ് വാരി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ വേണ്ട അച്ഛ എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ പാപ്പി ഫുൾ ആക്റ്റീവായിട്ട് തന്നെ തിരിച്ചു വരും. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നലത്തെക്കാളും ഇന്ന് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ബായ്.